സക്സസ് ഫയലിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട 100 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുടെ ഒരു ക്വിക്ക് റിവിഷൻ ആണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാം തന്നെ സെലക്ട് ചെയ്തിട്ടുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിൽ UGC നിർത്തലാക്കിയ കോഴ്സ് ഏതാണ്? ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിൽ UGC നിർത്തലാക്കിയ കോഴ്സ് MPhil ആണ്. MPhil. 2023 ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ സ്പീക്കർ വക്കം പുരുഷോത്തമൻ ഏത് വടക്കു കിഴക്കൻ സംസ്ഥാനത്താണ് ഗവർണറായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്? 2023 ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ സ്പീക്കർ വക്കം പുരുഷോത്തമൻ ഏത് വടക്കു കിഴക്കൻ സംസ്ഥാനത്താണ് ഗവർണറായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്? മിസോറോമിലാണ്. മിസോറോം. 2024 ബ്രിക്സ് ഉച്ചകോടി വേദി. 2024 ബ്രിക്സ് ഉച്ചകോടി വേദിയായത് റഷ്യയാണ്. റഷ്യ. 2023 ശതാബ്ദി ആഘോഷത്തിന് തുടക്കം കുറിച്ച നാരായണ ഗുരുകുലത്തിന്റെ സ്ഥാപകൻ. 2023 ശതാബ്ദി ആഘോഷത്തിന് തുടക്കം കുറിച്ച നാരായണ ഗുരുകുലത്തിന്റെ സ്ഥാപകൻ നടരാജ ഗുരുവാണ്. നടരാജ ഗുരു. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ഏത് ഭാഗത്താണ് ലാൻഡ് ചെയ്തത്? ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ഏത് ഭാഗത്താണ് ലാൻഡ് ചെയ്തത്? ദക്ഷിണ ധ്രുവത്തിലാണ്. ദക്ഷിണ ധ്രുവം. മിന്നുമണി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മിന്നുമണി ക്രിക്കറ്റ് ആണ്. ക്രിക്കറ്റ്. മണിപ്പൂർ കലാപ അന്വേഷണത്തിന് സുപ്രീം കോടതി നിയോഗിച്ച 3 അംഗ വനിതാ സംഘത്തിൽ ഉൾപ്പെട്ട മലയാളി വനിത. മണിപ്പൂർ കലാപ അന്വേഷണത്തിന് സുപ്രീം കോടതി നിയോഗിച്ച 3 അംഗ വനിതാ സംഘത്തിൽ ഉൾപ്പെട്ട മലയാളിയാണ് ആശാ മേനോൻ. ആശാ മേനോൻ. 2023 അടയാളം എന്റെ ആധാർ പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല. പദ്ധതിയുടെ പേരെന്താണ്? അടയാളം എന്റെ ആധാർ പദ്ധതി. തുടക്കം കുറിച്ചത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ല. ടൈം മാഗസിന്റെ കഴിഞ്ഞ 100 വർഷത്തെ മികച്ച 100 സിനിമകളിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ ചിത്രം ഏതാണ്? ടൈം മാഗസിന്റെ കഴിഞ്ഞ 100 വർഷത്തെ മികച്ച 100 സിനിമകളിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ ചിത്രമാണ് പാഥേർ പാഞ്ചാലി. പാഥേർ പാഞ്ചാലി. 2023 സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ എത്രയാണ്? 2023 സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം 202 ആണ്. 202. 2024 SCO ഉച്ചകോടിയുടെ വേദി. 2024 SCO ഉച്ചകോടിയുടെ വേദി കസഖ്സ്ഥാൻ ആണ്. കസഖ്സ്ഥാൻ. 2024 ഒളിമ്പിക്സ് വേദി. 2024 ഒളിമ്പിക്സ് നടന്നത് എവിടെയാണ്? പാരീസിലാണ്. 2024 ഓസ്കർ അവാർഡിലേക്ക് ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി. 2024 ഓസ്കർ അവാർഡിലേക്ക് ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ഏതായിരുന്നു? 2018 ആയിരുന്നു. സിനിമ 2018. 53ാമത് ദാദാ സാഹേബ് പുരസ്കാരം നേടിയത്. 53ാമത് ദാദാ സാഹേബ് പുരസ്കാരം നേടിയത് ആരാണ്? വഹീദ റഹ്മാൻ ആണ്. വഹീദ റഹ്മാൻ. ശൈശവ വിവാഹം തടയുന്നതിനായുള്ള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതി. ശൈശവ വിവാഹം തടയുന്നതിനായുള്ള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയാണ് പൊൻവാക്ക്. ലോക നാടക ദിനം എന്നാണ്? ലോക നാടക ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 27 ആണ്. മാർച്ച് 27. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ. യൂറോപ്പ ക്ലിപ്പർ. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകം യൂറോപ്പ ക്ലിപ്പർ. 2024 G7 ഉച്ചകോടിയുടെ വേദി. 2024 G7 ഉച്ചകോടി വേദി ഇറ്റലി. വനിതാ ഏഷ്യ കപ്പ് 2024 വേദി. വനിതാ ഏഷ്യ കപ്പ് 2024 വേദിയായത് ശ്രീലങ്കയാണ്. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ രാജ്യത്തെ ആദ്യത്തെ ജില്ല. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ രാജ്യത്തെ ആദ്യത്തെ ജില്ലയാണ് കണ്ണൂർ. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ നഗരം. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായിട്ട് പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ നഗരം കൊച്ചിയാണ്.
ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി. ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. കേരളത്തിലെ ആദ്യ AI അധ്യാപിക. കേരളത്തിലെ ആദ്യത്തെ AI അധ്യാപികയാണ് ഐറിസ്. ലോക്പാലിന്റെ പുതിയ ചെയർപേഴ്സണായിട്ട് നിയമിതനായത്. ലോക്പാൽ ചെയർപേഴ്സൺ AM ഖാൽവിൽക്കർ ആണ്. AM ഖാൽവിൽക്കർ. ഏത് സംഘടനയാണ് ബിഗ് ക്യാച്ചപ്പ് എന്ന ഇനീഷ്യേറ്റീവ് ആരംഭിച്ചത്? ഇനീഷ്യേറ്റീവിന്റെ പേര് ബിഗ് ക്യാച്ചപ്പ്. ആരംഭിച്ചത് ലോകാരോഗ്യ സംഘടനയാണ്. ലോകാരോഗ്യ സംഘടന. പ്രകൃതി ദുരന്തങ്ങളോ മാനുഷിക പ്രതിസന്ധിയോ ബാധിച്ച ഏതൊരു വികസ്വര രാജ്യത്തിനും ഇന്ത്യ അവശ്യ മെഡിക്കൽ സപ്ലൈ നൽകുന്ന പദ്ധതി. പ്രകൃതി ദുരന്തങ്ങളോ മാനുഷിക പ്രതിസന്ധിയോ ബാധിച്ച ഏതൊരു വികസ്വര രാജ്യത്തിനും ഇന്ത്യ അവശ്യ മെഡിക്കൽ സപ്ലൈ നൽകുന്ന പദ്ധതിയാണ് ആരോഗ്യ മൈത്രി. ആരോഗ്യ മൈത്രി. മരണവംശം എന്ന നോവലിന്റെ രചയിതാവ്. മരണവംശം എന്ന നോവലിന്റെ രചയിതാവ് PV ഷാജി കുമാർ ആണ്. PV ഷാജി കുമാർ. തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനത്തിന് വിവരങ്ങൾ ഉൾപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ആപ്പ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനത്തിന് വിവരങ്ങൾ ഉൾപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ആപ്പാണ് ക്യൂ ഫീൽഡ്. ആപ്പിന്റെ പേര് ക്യൂ ഫീൽഡ്. 2024 അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത ബഹുമതിയായ ഒളിമ്പിക് ഓർഡറിന് അർഹനായ ഇന്ത്യൻ താരം. 2024 അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത ബഹുമതിയായ ഒളിമ്പിക് ഓർഡറിന് അർഹനായ ഇന്ത്യൻ താരമാണ് അഭിനവ് ബിന്ദ്ര. 2024 ജൂലൈയിൽ നിപ്പ വൈറസ് ബാധയെ തുടർന്ന് മരണം റിപ്പോർട്ട് ചെയ്ത ജില്ല. 2024 ജൂലൈയിൽ നിപ്പ വൈറസ് ബാധയെ തുടർന്ന് മരണം റിപ്പോർട്ട് ചെയ്ത ജില്ല മലപ്പുറമാണ്. മലപ്പുറം. പാരീസ് ഒളിമ്പിക്സോട് കൂടി വിരമിക്കുമെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ ഹോക്കി താരം. പാരീസ് ഒളിമ്പിക്സോടുകൂടി വിരമിക്കുമെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ ഹോക്കി താരം PR ശ്രീജേഷ് ആണ്. PR ശ്രീജേഷ്. PM സ്വാനിധി പുരസ്കാരം 2024 നേടിയത്. PM സ്വാനിധി പുരസ്കാരം 2024 നേടിയത് തിരുവനന്തപുരം നഗരസഭയാണ്. തിരുവനന്തപുരം നഗരസഭ. കേരളം സംസ്ഥാന കൃഷി വകുപ്പ് ഏത് വ്യക്തികളുടെ പേരിലാണ് പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയത്? കേരള സംസ്ഥാന കൃഷി വകുപ്പ് ഏത് വ്യക്തികളുടെ പേരിലാണ് പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയത്? MS സ്വാമിനാഥൻ, C അച്യുതമേനോൻ. MS സ്വാമിനാഥൻ, C അച്യുതമേനോൻ പുതിയ പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 2024 ചാന്ദിപുര വൈറസ് ബാധ മൂലം മരണം സ്ഥിരീകരിച്ചത് എവിടെയാണ്? 2024 ജൂലൈയിൽ ചാന്ദിപുര വൈറസ് ബാധ മൂലം മരണം സ്ഥിരീകരിച്ചത് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഗുജറാത്ത്. GI ടാഗ് പദവി ലഭിച്ച മുഷ്ക് ബഡ്ജി അരി ഏത് സംസ്ഥാനത്തെ ഉൽപ്പന്നമാണ്? GI ടാഗ് പദവി ലഭിച്ച മുഷ്ക് ബഡ്ജി അരി ഏത് സംസ്ഥാനത്തെ ഉൽപ്പന്നമാണ്? ജമ്മു ആൻഡ് കാശ്മീരിലേതാണ്. ജമ്മു ആൻഡ് കാശ്മീർ. കേരള ഹിന്ദി പ്രചാര സഭയുടെ സാഹിത്യ കലാനിധി പുരസ്കാരം നേടിയത്. കേരള ഹിന്ദി പ്രചാര സഭയുടെ സാഹിത്യ കലാനിധി പുരസ്കാരം നേടിയത് MT വാസുദേവൻ നായരാണ്. MT വാസുദേവൻ നായർ. കേരളത്തിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി. കേരളത്തിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു ആണ്. OR കേളു. 18ാമത് ലോകസഭയുടെ പ്രോടൈം സ്പീക്കർ. 18ാമത് ലോകസഭയുടെ പ്രോടൈം സ്പീക്കർ ഭർതൃഹരി മഹ്താബ് ആണ്. ഭർതൃഹരി മഹ്താബ്. 2024 സുസ്ഥിര വികസന സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം. 2024 സുസ്ഥിര വികസന സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ഫിൻലാൻഡ് ആണ്. ഫിൻലാൻഡ്. 2024 ജൂണിൽ ബ്രാൻഡ് ഫിനാൻസ് റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും മൂല്യമേറിയ ബ്രാൻഡ് ഏതാണ്? 2024 ജൂണിലെ ബ്രാൻഡ് ഫിനാൻസ് റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും മൂല്യമേറിയ ബ്രാൻഡ് ടാറ്റ ഗ്രൂപ്പ്. 18ാമത് ലോകസഭയുടെ സ്പീക്കറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് OM ബിർള. 18ാമത് ലോകസഭയുടെ സ്പീക്കറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഓം ബിർള. നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറൽ ആരാണ്? നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടെയാണ്. മാർക്ക് റുട്ടെ. P വത്സലയുടെ അവസാന നോവൽ. P വത്സലയുടെ അവസാന നോവലാണ് ചിത്രലേഖ. 2024 പെൻ
പിന്റർ പ്രൈസ് നേടിയത്? 2024 പെൻ പിന്റർ പ്രൈസ് നേടിയത് അരുന്ധതി റോയ് ആണ്. അരുന്ധതി റോയ്. 2024 കോമൺവെൽത്ത് ചെറുകഥ പുരസ്കാരം നേടിയത്? 2024 കോമൺവെൽത്ത് ചെറുകഥ പുരസ്കാരം നേടിയത് സഞ്ജന ഠാക്കൂർ ആണ്. ഐശ്വര്യ റോയ് എന്ന കഥയാണ് പുരസ്കാരത്തിന് അർഹമായത്. 2024 കോമൺവെൽത്ത് ചെറുകഥ പുരസ്കാരം നേടിയത് ആരാണ്? സഞ്ജന ഠാക്കൂർ. ഏത് കഥയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്? ഐശ്വര്യ റോയ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പുള്ളിപ്പുലി സഫാരി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പുള്ളിപ്പുലി സഫാരി പാർക്ക് നിലവിൽ വന്നത് ബന്നാർഘട്ട. 2024 ജൂണിൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആയിട്ട് നിയമിതയായത്? 2024 ജൂണില് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആയിട്ട് നിയമിതനായത് വിക്രം മിശ്രിയാണ്. വിക്രം മിശ്രി. 2024 ജൂണിൽ രാജ്യത്തെ ആദ്യ AI ഫയർ ഡിറ്റക്ഷൻ സംവിധാനം നിലവിൽ വന്ന ടൈഗർ റിസർവ് ഏതാണ്? 2024 ജൂണില് രാജ്യത്തെ ആദ്യത്തെ AI ഫയർ ഡിറ്റക്ഷൻ സംവിധാനം നിലവിൽ വന്ന ടൈഗർ റിസർവ് പെഞ്ച് ടൈഗർ റിസർവ്, മഹാരാഷ്ട്രയിലെ പെഞ്ച് ടൈഗർ റിസർവ് ആണ്. 2024 ജൂണില് ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ അംഗമായ 100ാമത്തെ രാജ്യം ഏതാണ്? 2024 ജൂണില് ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ അംഗമായ 100ാമത്തെ രാജ്യമാണ് പരാഗ്വേ. 2024 ജൂലൈ 1 മുതൽ നിലവിൽ വന്ന പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഏതൊക്കെയാണ്? 2024 ജൂലൈ 1 മുതൽ നിലവിൽ വന്ന പുതിയ ക്രിമിനൽ നിയമങ്ങളാണ് ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം. 2024 ICC T20 ലോകകപ്പ് ജേതാക്കൾ. 2024 ICC T20 ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യയാണ്. അടിസ്ഥാന ഡിമാറ്റ് അക്കൗണ്ടിലെ നിക്ഷേപ പരിധി എത്രയായാണ് സെബി പുതുക്കിയത്? അടിസ്ഥാന ഡിമാറ്റ് അക്കൗണ്ടിലെ നിക്ഷേപ പരിധി എത്രയായിട്ടാണ് സെബി പുതുക്കിയത്? 10 ലക്ഷമാണ്. 10 ലക്ഷം. 2024 ജൂണിൽ യുനെസ്കോ പുറത്തിറക്കിയ ലോകത്തിലെ 7 മികച്ച മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ഏക മ്യൂസിയം. 2024 ജൂണില് യുനെസ്കോ പുറത്തിറക്കിയ ലോകത്തെ 7 മികച്ച മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ഏക മ്യൂസിയമാണ് ഭുഞ്ച് സ്മൃതിവനം, ഗുജറാത്തിലെ. ഭുഞ്ച് സ്മൃതിവനം, ഗുജറാത്ത്. പഠനം മുടങ്ങിയവരെ കണ്ടെത്തി തുടർ പഠനത്തിന് വഴിയൊരുക്കാൻ പോലീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി. പഠനം മുടങ്ങിയവരെ കണ്ടെത്തി തുടർ പഠനത്തിന് വഴിയൊരുക്കാൻ പോലീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി ഹോപ്പ്. പദ്ധതിയുടെ പേര് ഹോപ്പ്. അടുത്തിടെ സെബി പുറത്തിറക്കിയ AI ചാറ്റ് ബോട്ട്. അടുത്തിടെ സെബി പുറത്തിറക്കിയ AI ചാറ്റ് ബോട്ടാണ് സേവ. 2024 ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത്? 2024 ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് മോഹൻലാലാണ്. മോഹൻലാൽ. പുതിയ ക്രിമിനൽ നിയമപ്രകാരം പോലീസ് റിമാൻഡ് കാലാവധി പരമാവധി എത്ര ദിവസമാണ്? പുതിയ ക്രിമിനൽ നിയമപ്രകാരം പോലീസ് റിമാൻഡ് കാലാവധി പരമാവധി 15 ദിവസമാണ്. 2024 ഹലോ ഓർബിറ്റിൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ സൗരദൗത്യം. 2024 ഹലോ ഓർബിറ്റില് ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ സൗരദൗത്യമാണ് ആദിത്യ L1. 2024 ജൂലൈയില് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും മലിനമായ നദി കല്ലായിപ്പുഴയാണ്. കോഴിക്കോട് ജില്ലയിലെ കല്ലായിപ്പുഴ. സംസ്ഥാന സർക്കാർ വകുപ്പുകളുടെ ഉടമസ്ഥതയിലുള്ള തരിശുഭൂമിയിൽ കൃഷിയിറക്കാൻ കൃഷി വകുപ്പ് ആരംഭിക്കാൻ ഒരുങ്ങുന്ന പദ്ധതിയാണ് നവോത്ഥാൻ. സംസ്ഥാന സർക്കാർ വകുപ്പുകളുടെ ഉടമസ്ഥതയിലുള്ള തരിശുഭൂമിയിൽ കൃഷിയിറക്കാൻ കൃഷി വകുപ്പ് ആരംഭിക്കാൻ ഒരുങ്ങുന്ന പദ്ധതിയാണ് നവോത്ഥാൻ. ഇന്ത്യയിലെ ആദ്യ ആർട്ടിസ്റ്റ് ഡാറ്റാ ബാങ്ക് അവതരിപ്പിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിസ്റ്റ് ഡാറ്റാ ബാങ്ക് അവതരിപ്പിച്ചത് കേരള സംഗീത നാടക അക്കാദമിയാണ്. കേരള സംഗീത നാടക അക്കാദമി. അയ്യങ്കാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം. അയ്യങ്കാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ചലച്ചിത്രമാണ് കതിരവൻ. ലോക ജനസംഖ്യാ ദിനം 2024 തീം.
ലോക ജനസംഖ്യാ ദിനം എന്നാണ്. ജൂലൈ 11 2024 ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ടു ലീവ് നോ വൺ ബിഹൈൻഡ് കൗണ്ട് എവ്രി വൺ എന്നതാണ്. ടു ലീവ് നോ വൺ ബിഹൈൻഡ് കൗണ്ട് എവ്രി വൺ. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് മോഹൻലാൽ. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് നിതിൻ ജാംദാർ ആണ്. ഊർജ ഉൽപാദനത്തിന് വിൻഡ് ടർബൈൻ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റിസർവ് പെരിയാർ ടൈഗർ റിസർവ്. PM സ്വനിധി പുരസ്കാരം 2024 നേടിയ നഗരസഭ ഏതാണ്? PM സ്വനിധി പുരസ്കാരം 2024 നേടിയ നഗരസഭയാണ് തിരുവനന്തപുരം നഗരസഭ. GI ടാഗ് പദവി ലഭിച്ച മുഷ്ക് ബഡ്ജി അരി ഏത് സംസ്ഥാനത്തെ ഉൽപ്പന്നമാണ്? ഏത് സംസ്ഥാനത്തെ ഉൽപ്പന്നമാണ്? ജമ്മു ആൻഡ് കാശ്മീരിലെ ഉൽപ്പന്നമാണ്. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ബയോസ്ഫിയർ ഏതാണ്? ആദ്യത്തെ സ്വകാര്യ ബയോസ്ഫിയർ ആണ് രാജാജി രാഗതി ബയോസ്ഫിയർ. ഉത്തരാഖണ്ഡിലെ രാജാജി രാഗതി ബയോസ്ഫിയർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബയോസ്ഫിയർ. ഇന്ത്യയിൽ ആദ്യമായിട്ട് സോളാർ AC ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം. ആരംഭിച്ചത് എവിടെയാണ്? കണ്ണൂരാണ്. 3 തവണ ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രികയുടെ പേര്. എത്ര തവണ? 3 തവണ. ആരാണ്? സുനിത വില്യംസ്. 2024 ഇന്ത്യയുടെ ദേശീയ അവാർഡിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം ഏതാണ്? 2024 ദേശീയ അവാർഡില് ചിത്രത്തിന്റെ പേര് ആട്ടം. 2024 ജൂൺ മാസം ഗൂഗിൾ ഇന്ത്യയിൽ അവതരിപ്പിച്ച ജനറേറ്റീവ് AI ചാറ്റ്ബോട്ടിന്റെ പേര്. 2024 ജൂൺ മാസം ഗൂഗിൾ ഇന്ത്യയിൽ അവതരിപ്പിച്ച ജനറേറ്റീവ് AI ചാറ്റ്ബോട്ടിന്റെ പേരാണ് ജെമിനി. 2024 ഓഗസ്റ്റിൽ 75-ാം വാർഷികം ആഘോഷിച്ച ഇന്ത്യൻ കറൻസി നോട്ട് ഏതാണ്? എത്രാമത്തെ വാർഷികമാണ്? 75-ാമത്തെ വാർഷികം. ഏത് വർഷമാണ്? 2024. ₹1 നോട്ടാണ്. ₹1 ഇന്ത്യയിലെ ആദ്യ അരി ATM സ്ഥാപിച്ചത് എവിടെയാണ്? ATM സ്ഥാപിച്ചത് ഭുവനേശ്വർ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് എത്ര മെഡലുകൾ ലഭിച്ചു? 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം 6 ആണ്. 6 മെഡലുകൾ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി നിലവിൽ വന്ന സംസ്ഥാനം. നിലവിൽ വന്നത് കേരളത്തിലാണ്. മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന വിവേചനങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച കമ്മിറ്റി ഏതാണ്? മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന വിവേചനങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച കമ്മിറ്റിയാണ് ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റി. 2024 പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഷൂട്ടിംഗ് താരം. 2024 പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഷൂട്ടിംഗ് താരം മനു ഭാക്കർ ആണ്. എന്ത് മെഡലാണ് ലഭിച്ചത്? വെങ്കല മെഡലാണ്. ഇനമേതാണ്? ഷൂട്ടിംഗ് ആണ്. അടുത്തിടെ അന്തരിച്ച യാമിനി കൃഷ്ണമൂർത്തി ഏത് മേഖലയിലെ പ്രതിഭയാണ്? ശാസ്ത്രീയ നൃത്തം. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ്? ഏറ്റവും സുരക്ഷിതമായ നഗരം കൊൽക്കത്ത. ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാക്കുവാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാക്കുവാനായിട്ട് കൂട്ടിച്ചേർത്തത് ഇടമലക്കുടി പഞ്ചായത്ത്. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ലയാണ്. ഇപ്പോഴും മിക്കവരും പാലക്കാട് എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ കമന്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാകാനായിട്ട് കൂട്ടിച്ചേർത്ത വില്ലേജ് ഏതാണ്? ഇടമലക്കുടിയാണ്. ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്യുന്നതിനായിട്ട് പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ 106-ാം ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്ന പേര് നാരി ശക്തി ബന്ധൻ അധിനിയം എന്നതാണ്. ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും
1/3 സീറ്റുകൾ. എത്രയാണ്? 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്യുന്നതിനായിട്ട് പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയാണ്? 106-ാം ഭേദഗതി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഭേദഗതിയാണ് 106-ാം ഭേദഗതി. ആ നിയമത്തിൽ നൽകിയിരിക്കുന്ന പേരാണ് നാരി ശക്തി വന്ദൻ അധിനിയം. ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്? ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്? ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡ്. 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഏതാണ്? ഫിൻലാൻഡാണ്. ഫിൻലാൻഡ്. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയുടെ പേരാണ് നവജീവൻ. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. ലോകാരോഗ്യ ദിനം 2024 പ്രമേയം എന്താണ്? ലോകാരോഗ്യ ദിനം 2024 പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ്. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? സ്പൈസസ് പാർക്ക് ആദ്യത്തേത് തുടങ്ങനാടാണ്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് തുടങ്ങനാട്. ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ്? ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി 30%. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്ത്? കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് ബാലമിത്ര. പദ്ധതിയുടെ പേര് ബാലമിത്ര. കേരളത്തിൽ ഇപ്പോൾ സാക്ഷരതാ നിരക്ക് എത്ര ശതമാനമാണ്? കേരളത്തിലെ സാക്ഷരതാ നിരക്ക് 94%. 94%. ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ്? ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ 14. ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ 14. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളി കായിക താരം ആരാണ്? PT ഉഷയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റ മലയാളി കായിക താരം PT ഉഷ. ISRO 2023 സെപ്റ്റംബർ 2 നടപ്പാക്കിയ ദൗത്യം. ISRO 2023 സെപ്റ്റംബർ 2 നടപ്പാക്കിയ ദൗത്യമാണ് ആദിത്യ L1. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ. നീതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ ബെറി. ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയതെന്നാണ്? 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി. 2023 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് SK വസന്തൻ. മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആര്? മൃതസഞ്ജീവനി മോഹൻലാൽ ആണ്. 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഒരേ സമയം പല ലക്ഷ്യങ്ങൾ ടാർഗറ്റ് ചെയ്യാവുന്ന മിസൈൽ. 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ച ഒരേ സമയം പല ലക്ഷ്യങ്ങൾ ടാർഗറ്റ് ചെയ്യാവുന്ന മിസൈലാണ് അഗ്നി 5. 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. G20 ഉച്ചകോടി 2025 ദക്ഷിണാഫ്രിക്കയിലാണ്. ദക്ഷിണാഫ്രിക്ക. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്, ജീവിതം ഒരു പാഠപുസ്തകം എന്ന പുസ്തകം രചിച്ചത്. ജീവിതം ഒരു പാഠപുസ്തകം ഗോപിനാഥ് മുതുകാടാണ്. ഗോപിനാഥ് മുതുകാട്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.